കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ട് 10-15 വർഷമായെങ്കിൽ പോലും ഇപ്പോഴും മഞ്ഞ് കാണുമ്പോൾ മേലുകാവിനെക്കുറിച്ചും ക്യാമ്പസിനെക്കുറിച്ചും ഓർമ്മ വരിക. മഞ്ഞും നമ്മുടെ ഓർമ്മകളുമായിട്ട് എന്തു ബന്ധമുള്ളതെന്നറിയില്ല. എങ്കിലും മഞ്ഞിൽ പുതച്ച് നിൽക്കുന്ന മേലുകാവും ആ ക്യാമ്പസുമൊക്കെ ഇപ്പോഴും മനസ്സിലിങ്ങനെ വേരാഴ്ത്തി നിൽക്കുന്നുണ്ട്. ഇപ്പോഴും ഒരു മഴ കാണുമ്പോൾ, ഒരു ബസ് യാത്രയിൽ വെറുതെ പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ, അതല്ലെങ്കിൽ സുഹൃത്തുക്കളോട് വെറുതെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ, എന്തുകൊണ്ടാണെന്നറിയില്ല, നമ്മുടെ കോളേജും അതിനെക്കുറിച്ചുള്ള ഓർമ്മകളും അതാണ് ആദ്യം മനസ്സിലേക്ക് ഓടി വരിക. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് തനിച്ച് ഈ വഴികളിലൂടെയൊക്കെ നടക്കുന്നത്. ആദ്യമായിട്ട് കോളേജിലേക്ക് വരുന്നതിൻ്റെ ഒരു പരിഭ്രമത്തോടെ പ്രീ ഡിഗ്രിക്കാരനായിട്ട് ഈ പടി കടന്നു വന്നതൊക്കെ ഇന്നലത്തെ പോലെ ഓർമ്മ വരുന്നു. ഇവിടെ ഒരു വാഗമരം ഉണ്ടായിരുന്നു. പിന്നെ സിമെൻ്റൊന്നും തേക്കാത്ത ആസ്പെറ്റോസൊക്കെ മേഞ്ഞ ഒരു പഴയ കെട്ടിടവും. ഒന്നിനുമല്ലാതെ വെറുതെ നടന്നു തീർത്ത ഇടനാഴികൾ, ഈ ആളൊഴിഞ്ഞ ക്ലാസ് മുറികൾ ഒക്കെ കാണുമ്പോൾ എന്താണെന്നറിയില്ല, നെഞ്ചിലൊരു വല്ലാത്ത നീറ്റൽ, എന്തോ ഒരുതരം നഷ്ടബോധമൊക്കെ തോന്നും. തനിച്ച് ഈ നനഞ്ഞ മണ്ണിൽ നിൽക്കുമ്പോൾ വെറുതെ തോന്നുകയാണ്, പ്രിയമുള്ള ആരൊക്കെയോ അരികിലേക്ക് നടന്നു വരുന്ന പോലെ, ആരൊക്കെയോ ചേർന്നു നിൽക്കുന്ന പോലെ. ലൈബ്രറിയിൽ പുസ്തകങ്ങൾക്കിടയിലൂടെ കൊസാംബിയുടെയും ജോൺ മാർഷലിൻ്റെയും പുസ്തകങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് നഷ്ടപ്പെട്ട നീലാംബരിയും തസ്ലീമ നസ്രീൻ്റെ ലജ്ജയും ലേഡി ചാറ്റർലിയുടെ കാമുകനെയും തിരഞ്ഞു നടന്നതൊക്കെ ഇന്നലത്തേതുപോലെ ഓർമ്മകളിലേക്ക് കടന്നു വരുന്നു. ഞങ്ങൾ ചങ്ങാതിമാർ പലപ്പോഴും തമ്മിൽ സംസാരിക്കുമ്പോൾ അതിശയത്തോടെ പറയാറുണ്ട്, എന്തുകൊണ്ടാവും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോഴും ഈ കോളേജ് കാലം ഒരു നിറം മങ്ങാത്ത ചിത്രമായി അവശേഷിക്കുന്നതെന്ന്. ഒരു ഉത്തരമേ ഉള്ളൂ, ഞങ്ങളെയൊക്കെ നന്നായി മനസ്സിലാക്കിയ, ഞങ്ങളുടെ കഴിവുകളും കുറവുകളും വീടും ചുറ്റുപാടുകളുമൊക്കെ നന്നായി തിരിച്ചറിഞ്ഞ ഈ കലാലയത്തിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അധ്യാപകർ. പഴയ ക്യാമ്പസ്, പഴയ സ്റ്റുഡൻസ് അതെന്നും വളരെ പച്ചയായിട്ട് നിൽക്കുക. കാരണം നിങ്ങളൊരു സ്റ്റുഡൻസ് എന്നുള്ളതിനപ്പുറം ഒരു സുഹൃത്തുക്കളായിട്ടായിരുന്നു. ഇപ്പോൾ ടോമാണേലും കോളേജിൽ അതിന് ശേഷം ഗസ്റ്റായിട്ടൊക്കെ വരുമ്പോഴും അത് എത്രത്തോളം സൗഹൃദവും എത്രത്തോളം ആത്മബന്ധം ഉണ്ടെന്നുള്ളത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളെ കിനാവു കാണാനും പ്രണയിക്കാനും കലഹിക്കാനും ഒക്കെ പഠിപ്പിച്ച അക്കാലത്തിൻ്റെ അപൂർണമായ ചിത്രങ്ങൾ ഓർമ്മകളുടെ ഒരു കൊളാഷ് പോലെ ഇന്നും മനസ്സിൽ എവിടെയോ അവശേഷിക്കുന്നു. ഞങ്ങൾ എത്രയെത്ര ആളുകളുടെ ആത്മാക്കളാണെന്നറിയാമോ ഇപ്പോഴും ഈ ക്യാമ്പസിൽ നിന്ന് മടങ്ങിപ്പോരാൻ തോന്നാതെ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്.